നമസ്കാരം. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച ടെലിവിഷൻ താരം അഖിൽ മാരാർക്കെതിരെ പോലീസ് കേസെടുത്തു. ബിജെപിയുടെ പരാതിയിൽ മേലാണ് കേസെടുത്തത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കൊട്ടാരക്കര പോലീസ് അഖിൽ മാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാർ പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് അഖിൽ മാരാർക്കെതിരെ ബിജെപി കൊട്ടാരക്കര മണ്ഡലം അധ്യക്ഷൻ അനീഷ് കിഴക്കേക്കര പരാതി നൽകിയിരുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അഖിൽ മാരാർ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാണ് എഫ്ഐആറിൽ പരാമർശിക്കുന്നത്. ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ BNS 152 ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോയിലാണ് അഖിൽ മാരാർ ദേശവിരുദ്ധ പ്രസ്താവനകൾ നടത്തിയെന്ന പരാതി ലഭിച്ചത്. യുദ്ധം അവസാനിപ്പിക്കണം എന്നതിന് യാതൊരു തർക്കവും വേണ്ട, എന്നാൽ അത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണയം വെച്ചിട്ടാകരുത് എന്ന് അഖിൽ മാരാർ ഫേസ്ബുക്ക് വഴി അറിയിച്ചിരുന്നു. യുക്രൈൻ പോലും അമേരിക്ക പറഞ്ഞത് കേട്ടിട്ടില്ല. ഇവിടെ ഇപ്പോഴും സായിപ്പിന്റെ ഓശാന കേട്ട് ജീവിക്കുന്ന ഭരണാധികാരിയാണ് ഉള്ളതെന്നും അഖിൽ മാരാർ പോസ്റ്റിലൂടെ പരാമർശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് അഖിൽ മാരാർക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ സൈബർ ആക്രമണങ്ങളാണ് ഉണ്ടായത്. അഖിൽ മാരാർ ഫേസ്ബുക്കിലൂടെ നടത്തിയത് ദേശവിരുദ്ധ പ്രസ്താവനയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുമ്പോൾ തികച്ചും ദേശവിരുദ്ധമായ പ്രസ്താവനയാണ് അഖിൽ മാരാർ നടത്തിയതെന്നും അനീഷ് കിഴക്കേക്കര മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു.